ഹായ് മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ് ഇംഗ്ലീഷിൽ രണ്ടാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ ചാപ്റ്റർ ഹോപ്പ് ഈസ് ദ തിങ്സ് വിത്ത് ഫെദേഴ്സ് ബൈ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസൺ എഴുതിയ ഒരു കവിതയാണ് ഹോപ്പ് ഈസ് ദ തിങ്സ് വിത്ത് ഫെദേഴ്സ് എന്നത്. ആ കവിതയുടെ അപ്രീസിയേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. The poem Hope is the Thing with Feathers by Emily Dickinson is a lovely poem that compares hope to a bird. എമിലി ഡിക്കിൻസൺ എഴുതിയ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന ഈ കവിത ഒരു ലവ്ലി പോയം, മനോഹരമായ കവിതയാണ്. ഈ കവിതയിൽ ഹോപ്പിനെ ഒരു ബേർഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. പ്രതീക്ഷകളെ ഒരു പക്ഷിയുമായി താരതമ്യം ചെയ്യുകയാണ്. This bird lives inside our heart and keeps singing even during the hardest time. നമ്മുടെ കവി പറയുന്നത് ഈ ബേർഡ്, ഹോപ്പ് എന്ന് പറയുന്ന ഈ പക്ഷി, lives inside our heart, നമ്മുടെ ഹാർട്ടിന് ഉള്ളിലാണ് ഇത് താമസിക്കുന്നത്. അത് അവിടെ ഇരുന്ന് പാട്ട് പാടും. എപ്പോൾ? ഡ്യൂറിങ് ദ ഹാർഡസ്റ്റ് ടൈം, നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രയാസകരമായ സമയം ഉണ്ടാവുമ്പോ ആ പ്രതീക്ഷകള്, ആ ആശയങ്ങള് എന്ന് പറയുന്ന ആ പക്ഷി നമുക്ക് വേണ്ടി പാടും. This means that hope gives us strength and comfort when we were struggling. ഇതിനർത്ഥം എന്താണ്? ഹോപ്പ് നമുക്ക് സ്ട്രെങ്ത് നൽകുന്നു, കരുത്ത് നൽകുന്നു, കംഫർട്ട് നൽകുന്നു, അല്ലെ? വെൻ വി വർ സ്ട്രഗ്ലിംഗ്, നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത്, പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ആശ്വാസവും കരുത്തും നൽകുന്ന ഒന്നാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കവി ഇതിലൂടെ അതിനെ നിർവചിക്കുന്നത്. The poet used simple and clear pictures to show a deep idea. ഈ കവിതയിൽ കവി വളരെ സിമ്പിൾ ആയിട്ടുള്ള, ലളിതമായിട്ടുള്ള ക്ലിയർ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള. പിക്ചേഴ്സിനെ നമ്മൾ ഇമേജറി എന്ന് പറയും, അല്ലെ? വിഷ്വൽ ഇമേജ്, അതുപോലെ ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഇങ്ങനെയുള്ള ഇമേജുകളെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയാം. അപ്പൊ ഷോ ദ ഡീപ്പ് ഐഡിയ, നല്ല ആഴത്തില് ആശയങ്ങൾ പറയുന്നതിന് വേണ്ടി, നമുക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടി പോയിട്ട് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. ദ ബേർഡ് സിങ്സ് ഈവൻ ഇൻ കോൾഡ് പ്ലേസസ് ആൻഡ് ഓൺ എ സ്ട്രേഞ്ച് സീസ്. അതിനുപയോഗിച്ച ഇമേജ് നമുക്കറിയാം. പക്ഷി എവിടെ നിന്ന് പാട്ട് പാടുന്നു? കോൾഡ് പ്ലേസസ്, ഏറ്റവും തണുത്തുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും, അതുപോലെ അതിവിചിത്രമായ സമുദ്രങ്ങളിൽ നിന്നും, അല്ലെ കടലുകളിൽ നിന്നും അത് പാട്ട് പാടുന്നു എന്ന് പറയുന്നുണ്ട്. This shows that hope stay with us even in difficult situation. ഇതിനർത്ഥം എന്താണ്? ഹോപ്പ് നമ്മുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴെല്ലാം നമ്മൾ നേരിടുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സന്ദർഭങ്ങളില് നമുക്ക് പ്രതീക്ഷ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ദ ബേർഡ് നെവർ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. ഈ കവിത അവസാനിക്കുന്ന വരികളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹോപ്പ് എന്ന് പറയുന്ന ബേർഡ് നെവർ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, ഒരിക്കലും ഒന്നും നമ്മളിൽ നിന്ന് തിരിച്ച് ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. വിച്ച് മീൻസ്, അതിനർത്ഥം എന്താണ്? ഹോപ്പ് ഈസ് കൈൻഡ് ആൻഡ് ആൾവേസ് ദർ ഫോർ അസ്. ഹോപ്പ് വളരെ ദയാലുവാണ്, അതെപ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിലകൊള്ളുന്നു എന്നാണ് കവി പറയുന്നത്. അപ്രീസിയേഷന്റെ 3rd പാരഗ്രാഫിൽ നമ്മൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസുകൾ ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾ ഏതാണ് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. ദ പോയം ഹാസ് എ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് റിതം ആൻഡ് ഇറ്റ് യൂസ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ലൈക്ക് എ മെറ്റഫോർ. ഈ കവിതയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിതം ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കവിതയുടെ ഭാഷ വളരെ ബ്യൂട്ടിഫുൾ, മനോഹരമാണ്. അതിനു കൂടാതെ കവിതയിൽ മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹോപ്പ്, അല്ലെ? ഹോപ്പ് ആസ് എ ബേർഡ്, ഹോപ്പിനെ ഒരു പക്ഷിയെ പോലെ പോയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് മെറ്റഫർ ആയത്. അതുപോലെ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ഓഫ് കോൺസണന്റ് സൗണ്ട്സ്, അതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് വിഷ്വൽ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഇതില്. സ്ട്രോങ് പിക്ചേഴ്സ് ഇൻ ദ വേർഡ്സ് എന്ന് പറയുന്നു. നമ്മള് ആ സീയും, അതുപോലെ ആ സ്ട്രോങ് വിൻഡ്, അതുപോലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ പോയറ്റ്സ് റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് ഷോർട്ട് ബട്ട് പവർഫുൾ. വളരെ ചെറിയ സ്റ്റാൻസയില്, വളരെ ചെറിയ വരികളിലൂടെ കവി മനോഹരമായ രീതിയിലാണ് ഈ കവിത തയ്യാറാക്കിയത്. ആൻഡ്
ഹർ യൂസ് ഓഫ് ഡാഷസ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മേക്ക് ദ പോയം സ്പെഷ്യൽ. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാഷസും അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഒക്കെ ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി നൽകാൻ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.